നമസ്കാരം. കേരള എക്കോണമി എന്നുള്ള ഇംഗ്ലീഷിലുള്ള കോളത്തിൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു സാധ്യതകൾ കണ്ടുപിടിക്കേണ്ട തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് സാധ്യതകൾ കണ്ടുപിടിക്കേണ്ടത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. കേരള എക്കോണമി എന്നുള്ള ഇംഗ്ലീഷിലുള്ള കോളവും ആ കോളത്തിന് ഇംഗ്ലീഷിലും മലയാളത്തിലും വിശദീകരണം തരുന്ന വീഡിയോയുടെ ലിങ്കുകളും ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. സാധ്യതകൾ എത്രമാത്രം നിഷ്പക്ഷമായി, എത്രമാത്രം സർഗാത്മകമായി, എത്രമാത്രം യുക്തിപൂർവം എത്രമാത്രം പ്രായോഗികമായി വിശകലനം ചെയ്യാനും പരിശോധിച്ച് നടപ്പിൽപ്പെടുത്താനും കഴിയുന്നു. അത്രമാത്രമാണ് അതിൻ്റെ അതൊരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പുരോഗതി. സാധ്യതകളുടെ അവലോകനമാണ് എല്ലാ ശാസ്ത്രങ്ങളും, പ്രത്യേകിച്ചും സാമൂഹ്യ ശാസ്ത്രങ്ങൾ. കൃത്യമായ നിർവചനങ്ങളിലൂടെ നമുക്ക് ശരിയിലേക്ക് എത്താൻ കഴിയുന്ന ഒന്നല്ല സാമൂഹ്യ ശാസ്ത്രം. അതുകൊണ്ട് തന്നെ അതിനെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് എത്തുന്നത്. പലപ്പോഴും തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവാറ്. പലപ്പോഴും കമലഹാസനെയും അമീർ ഖാനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ വിവാദങ്ങൾ ഉണ്ടാക്കി സിനിമകൾ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക. അതിലൂടെ ഇത് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നൊരു രീതിയാണത്. മുമ്പത് കമലഹാസനും അമീർ ഖാനുമായിട്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു രീതിയിലേക്കാണ് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നത്. തെറ്റായ കാരണങ്ങൾ കൊണ്ടൊരു വിഷയം വാർത്തയാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി, ഒരു സത്യം, അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒരു പ്രദേശമോ ഒരു പ്രതിസന്ധിയോ ഒക്കെ വാർത്തയാകും. അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് എത്തുന്നത്. അത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അധികാര തർക്കമായി മാറുന്നു. അവിടെ മതമുണ്ട്, ചൈനയുടെ അധിനിവേശമുണ്ട്, ചൈന സൃഷ്ടിക്കുന്ന ഭീഷണിയുണ്ട്. അതിൽ താലിബാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കൊളംബോ ചെന്നൈ തുറമുഖങ്ങളും സ്റ്റാലിനും പിണറായിയും എല്ലാം ഉൾപ്പെടുന്ന വലിയൊരു ഒരു യാഥാർത്ഥ്യമുണ്ട്. മതം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്ന ഒരു ചൈനീസ് ഇടപെടലുണ്ട്. ആ ചൈനീസ് ഇടപെടൽ അത് മാലദ്വീപിൽ സൃഷ്ടിക്കുന്ന സ്വാധീനം, അത് സൃഷ്ടിക്കുന്ന സാമൂഹികമായ പ്രതിസന്ധി, ആ സാമൂഹികമായ പ്രതിസന്ധി എങ്ങനെ നമുക്കൊരു സാമ്പത്തികമായ സാധ്യതയാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗ്രീൻ ടൂറിസം, ഇക്കോ ടൂറിസമൊക്കെ വലിയ രീതിയിൽ പ്രാധാന്യം നേടി വരികയാണ്. ക്ലൈമറ്റ് ചേഞ്ചുമായി, കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ ലോകരാജ്യങ്ങൾ ഉദാസീനത പെടുത്തുന്നതും അതുകൊണ്ടുണ്ടാകുന്ന ഭീഷണിയുമെല്ലാം നമ്മൾ പലവട്ടം ചർച്ചയാക്കിയിട്ടുണ്ട്. എത്രമാത്രം വികസിത രാജ്യങ്ങളെ, അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളെയും അവികസിത രാജ്യങ്ങളേക്കും എത്രമാത്രം ഒരു ഹരിതോർജ്ജത്തിലേക്ക് മാറാൻ കഴിയും, അതിന് വികസിത രാജ്യങ്ങൾ എടുക്കേണ്ട നടപടികൾ, ഇതെല്ലാം പല രീതിയിൽ ചർച്ചയാകുമ്പോഴും ഇത്തരം ചർച്ചകളെല്ലാം വളരെ വളരെ പിന്നിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ശുദ്ധജല ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ കൊക്കക്കോളയെ വിളിക്കുന്ന ഒരു രീതിയിലേക്കാണ് പലപ്പോഴും ഇത്തരം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളും ആഗോളതല സമ്മേളനമൊക്കെ മാറിപ്പോകാറുണ്ട്. നിക്ഷിപ്ത താല്പര്യക്കാരായ ഒരു കൂട്ടം ആളുകൾ വികസിത രാജ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ഇത്തരം വിഷയങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോഴും ഹരിത സാമ്പത്തിക ഹരിത സാമൂഹിക ജീവിതത്തെക്കുറിച്ച് എത്തിക്കേണ്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന രീതിയിലേക്ക് അതൊരു വലിയ ഭയമായി, യാഥാർത്ഥ്യമായി നമ്മളെ മൂടി. അത്തരം ഒരു ഘട്ടത്തിലാണ് ലക്ഷദ്വീപ് എന്ന സ്ഥലം നമ്മുടെ വാർത്തയായത്. പല കാലങ്ങളും, ഒരുപക്ഷെ ആമസോൺ കാടുകളെക്കുറിച്ചൊക്കെ പറയുന്ന പോലെ വളരെ തനതായ, വളരെ യുണീക്ക് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന തനതായൊരു സംസ്കാരമുള്ളൊരു പ്രദേശമാണ് ലക്ഷദ്വീപ്. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് കൂട്ടുകാരുള്ള സ്ഥലമാണ് വിക്ടോറിയയിൽ.
അതുകൊണ്ടല്ല പറയുന്നത്, ഭാഷ കൊണ്ടായാലും അവിടുത്തെ മീനച്ചാറൊക്കെ വളരെ എന്താ പറയുക, അദ്വിതീയം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും ജീവിതശൈലിയുടെ കാര്യത്തിലായാലും എല്ലാം വലിയ സാധ്യതകൾ, വലിയ സവിശേഷതകൾ ഉൾപ്പെടുത്താൻ ഉള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് ദ്വീപുകൾ. അവിടെ പലപ്പോഴും മതം ഒരു ഘടകമാവാറുണ്ട്. 75% അല്ലെങ്കിൽ 90% ഇസ്ലാം മത വിശ്വാസികളായ ആളുകളൊരു പ്രദേശം. അത്തരമിടത്തിൽ ഒരു BJP പോലെ ഒരു ഭരണകൂടി ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി, ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുമ്പോഴും ഒരു ടൂറിസം പ്രകൃതിയെ പരിഗണിച്ചുകൊണ്ട്, പ്രകൃതി ഒരു കരുത്തായി മാറ്റിക്കൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ തനത് കരുത്തിനെ ഒരു പ്രദേശത്തിൻ്റെ തനത് കരുത്തിനെ നിലനിർത്തിക്കൊണ്ട് നമുക്കെങ്ങനെ സാമൂഹിക സാമ്പത്തിക വികസനം കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാധ്യതയായിട്ട് ലക്ഷദ്വീപ് മാറുകയാണ്. മാലദ്വീപ് പോലെ ഒരു വലിയ ടൂറിസം കേന്ദ്രമായിട്ട് എങ്ങനെ നമുക്ക് ലക്ഷദ്വീപിനെ മാറ്റാൻ കഴിയും? നമ്മൾ തുറമുഖങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. വിഴിഞ്ഞമടക്കമുള്ള തുറമുഖങ്ങൾ വരുന്നു. റോഡ് ഗതാഗതത്തിൽ നിന്നും വ്യോമഗതാഗതത്തിൽ നിന്നുമെല്ലാം അപ്പുറം എങ്ങനെ നമുക്ക് ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ കഴിയും? കാരണം കടലും വെള്ളവും നദിയും എല്ലാമാണ് സാമ്രാജ്യങ്ങളെ സൃഷ്ടിച്ചതെന്നും സംസ്കാരങ്ങളെ സൃഷ്ടിച്ചതെന്നുമൊക്കെ നമുക്കറിയാം. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത വിധം പ്രകൃതി വിഭവങ്ങൾ, കടൽ വിഭവങ്ങളെല്ലാം വലിയ ഭീഷണി നേടുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഏറ്റവും ആദ്യം നമ്മൾ ആൻഡമാൻ നിക്കോബാറിൽ മുമ്പുണ്ടായ സംഭവമൊക്കെ പറയുന്ന പോലെ എങ്ങനെ ലക്ഷദ്വീപ് നിവാസികളെ ലക്ഷദ്വീപുകാരായി തന്നെ നിലനിർത്തിക്കൊണ്ട് കുടിയേറ്റങ്ങളോ കയ്യേറ്റങ്ങളോ ഒന്നുമില്ലാതെ അവരുടെ വ്യക്തിത്വത്തെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ പൈതൃകത്തെ അംഗീകരിച്ചുകൊണ്ട് വലിയൊരു ടൂറിസം സാധ്യമായിട്ട് നമുക്ക് ലക്ഷദ്വീപിനെ മാറ്റിപ്പെടാം. ലക്ഷദ്വീപിനെ പരിഗണിച്ചുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ അവരുടെ കൂടി അവരുടേതാണ്, ഞങ്ങളുടേതാണെന്ന് ലക്ഷദ്വീപ് വാസികളെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക വികസനം, പ്രകൃതിയെ, കടൽ വിഭവങ്ങളെ സാമ്പത്തികമായി പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയുന്ന, പ്രകൃതിയെയും കടലിനെയും പരിഗണിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക വികസനം എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള വലിയൊരു അവസരമായിട്ട് നമുക്ക് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളിയെ നമുക്ക് കാണാൻ കഴിയും. കാരണം വലിയ സാമ്പത്തിക സാധ്യതകൾ ഇത് തുറന്നിടും. കോവിഡിന് ശേഷം ടൂറിസം മേഖലയിലുണ്ടായ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ലോകം ശ്രമിക്കുകയാണ്. വ്യോമയാന മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളുണ്ട്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും വൈരങ്ങളുമെല്ലാം സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളുണ്ട്. ഇതെല്ലാം ഉപരി രണ്ട് ധ്രുവങ്ങളായി മാറുന്ന ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക ക്രമം ആഗോളതലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അധികാരം ഒരുപാട് രാജ്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കുറച്ച് രാജ്യങ്ങളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന അവസ്ഥ മാറുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായാലും, കച്ചവടത്തിന് വേണ്ടിയായാലും, കുടിയേറ്റത്തിന് വേണ്ടിയായാലും, സ്ഥിരമായി താമസിക്കുന്നതിന് വേണ്ടിയിട്ടായാലും ഒക്കെ ആളുകൾ, രാജ്യാതിഥികൾ ഭേദിച്ചു പോകുന്നൊരു കാലഘട്ടമാണ്. ഇൻ്റർനെറ്റും വാട്സപ്പുമൊക്കെ ലോകത്തെ ഏറ്റവും നിഗൂഢമായ സ്ഥലം പോലും, ഒരുപക്ഷെ ദൈവത്തിന് കാണാൻ കഴിയാത്ത സ്ഥലം പോലും ആളുകൾ മുമ്പിൽ എത്തിക്കുന്നു. ആളുകളുടെ സാമ്പത്തിക ശേഷിയിലും ക്രയവിക്രയ ശേഷിയിലുമൊക്കെ അതിൻ്റെ അഭിരുചികളിലും അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഭക്ഷണം തേടിപ്പോലും എത്ര ദൂരം സഞ്ചരിക്കാൻ ആളുകൾ തയ്യാറാവുന്നൊരു കാലം. നമുക്ക് ഇതിനു വേണ്ടിയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് പോലും കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ലക്ഷദ്വീപിനെ ഒരു
ഒരു ടൂറിസം മോഡലായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് സംശയിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ലക്ഷദ്വീപിനെ ലക്ഷദ്വീപായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപ് നിവാസികളായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. അത് കുടിയേറ്റമോ കയ്യേറ്റമോ അല്ല ഒന്നും ആയി മാറാതെ നേരത്തെ പറഞ്ഞ പോലെ കടൽ വിഭവങ്ങളെ പ്രകൃതിയെ പരിഗണിച്ചുകൊണ്ടൊരു വികസനത്തിനുള്ള സാധ്യതയായിട്ട് ഒരു മാലദ്വീപ് പോലെ കൊളംബോ പോലെ ഫാഷന് വേണ്ടി പാരീസിലേക്ക് ചെല്ലുന്ന പോലെ ഒരു വലിയ മാതൃകയായി വലിയൊരു സാമ്പത്തിക സ്രോതസ്സായി വലിയൊരു ടൂറിസം കരുത്തായി ലക്ഷദ്വീപ് മാറട്ടെ.